ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്നുള്ള അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് ആരെങ്കിലും ഒരാൾ ദയവായിട്ട് വായിക്കുകയും അതേ തുടർന്ന് ആ തിരുവചന ഭാഗം നമുക്ക് ധ്യാനിക്കുകയും ചെയ്യാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സസ് 10 to 12. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. പ്രൈസ് ലോർഡ്. മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന 5, 6, 7 അധ്യായങ്ങൾ വിശുദ്ധ മത്തായി ആ കർത്താവിൻ്റെ പ്രഭാഷണത്തെ ക്രോഡീകരിക്കുമ്പോൾ ആദ്യത്തെ ആ ഇൻട്രൊഡക്ടറി പാർട്ട്, അതിൻ്റെ തുടക്കമെന്നുള്ളത് ഒരു ബ്ലെസ്സിങ്സ്, ബിയാറ്റിറ്റ്യൂഡ് എന്ന് പൊതുവെ പറയും. ആ ബിയാറ്റിറ്റ്യൂഡിൻ്റെ ഒരു സംക്ഷിപ്തമാകുന്ന അല്ലെങ്കിൽ അതിനെ ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്ന ഒരു വേദഭാഗമാണ് നമ്മളിന്ന് വായിച്ചത്. In the Gospel of Matthew, when evangelist Matthew records what is called famously the Sermon on the Mount of Jesus, Matthew's Gospel chapter 5, 6 and 7, and when Apostle Matthew, after giving an introduction about the blessings or the beatitude, he wraps up the introduction with these 3 expansive words. He explains further. And ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ അവസാന വേദഭാഗം ആ പറഞ്ഞു വന്നതിനെ ഒന്ന് വിവരിച്ച് ആ വേദഭാഗത്തെ ഒന്ന് സംക്ഷിപ്തമായി ക്രോഡീകരിക്കുകയാണ്. ആൻഡ് വി ഹാവ് ഓൾറെഡി സീൻ ദ beatitudes give us a 7-fold description of the character of a godly person. ഒരു ദൈവഭക്തനാകുന്ന അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ 7 വിധത്തിലുള്ള ആ വ്യക്തിയുടെ ആ ക്യാരക്ടർ, ആ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണെന്ന് യേശു കർത്താവ് ഇവിടെ വിവരിക്കുകയാണ്. ഈ ക്യാരക്ടറും ബിഹേവിയറും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. അത് ഞാൻ വളരെ പെട്ടെന്നൊന്ന് പറയാം. ഇത് എനിക്കൊരു മനോഹരമാകുന്ന ഇല്ലസ്ട്രേഷൻ കഴിഞ്ഞ ദിവസം, ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ടു. ഒരു വ്യക്തി ക്യാരക്ടറും ബിഹേവിയറിനെയും ഇല്ലസ്ട്രേറ്റ് ചെയ്തേക്കുന്നത് അത് വളരെ വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞു. അതിങ്ങനെയാണ്. നമ്മുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊരു അതിഥി വരുന്നു. ആ അതിഥിക്ക് വളരെ വിലപിടിപ്പുള്ള ഒരു മനോഹരമാകുന്ന ഒരു മേ ബി എ ഗോബ്ലെറ്റ്, ഒരു മനോഹരമാകുന്ന ഗ്ലാസ്സിൽ ഏറ്റവും വീട്ടിലുള്ള ഏറ്റവും ബെസ്റ്റ് കുടിക്കാനുള്ള പാനീയം കൊണ്ട് കൊടുക്കുക. അബദ്ധത്തിന് ആ ഗസ്റ്റിൻ്റെ, അത് വളരെ വിലപ്പെട്ട ഒരു ഗസ്റ്റാണ്, നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അത് തട്ടി താഴെ വീണ് ഗ്ലാസ് അങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ യൂഷ്വലി ഉള്ളിലൊരു പ്രയാസം തോന്നുമെങ്കിലും നമ്മൾ പറയും സാരമില്ല, പോട്ടെ, സാരമില്ല, ഓ അത് കുഴപ്പമില്ലെന്നേ. അതാണ് ബിഹേവിയർ, പെരുമാറ്റം. എന്നാൽ
അതേ വിലയുള്ള പാത്രം വീട്ടിലൊരാൾ തട്ടിയിട്ട് പൊട്ടിച്ചാൽ എന്തായിരിക്കും റെസ്പോൺസ്? അതാ ക്യാരക്ടർ. ഇപ്പം മനസ്സിലായല്ലോ? ക്യാരക്ടർ ഈസ്, നിങ്ങളീ പലരും ചിരിക്കുന്നു, മനസ്സിലായി? ക്യാരക്ടർ ഈസ് വാട്ട് യു റിയലി ആർ. മനസ്സിലായല്ലോ? നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് നാം ശരിക്കും എന്താകുന്നു, അതാ നമ്മുടെ ക്യാരക്ടർ. ഹിയർ in the introductory part of this rather long sermon, Jesus gives a description, not a prescription. Prescription is something, somebody prescribes something. For example, a doctor prescribes me a lifestyle and a medicine, and I want to follow that so that I may attain the goal the doctor sets. That is prescription. Whereas a description is somebody describing me who I really is. That is description. That is the difference. എനിക്കറിയാം, പ്രിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അല്പം കൺഫ്യൂഷൻ വരും. യേശു കർത്താവ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ആത്മാവിൽ ദരിദ്രരാകണം, നിങ്ങൾ ദുഃഖിക്കുന്നവരാകണം, നിങ്ങൾ സൗമ്യതയുള്ളവരാകണം, അങ്ങനെയൊക്കെ നിങ്ങളായാൽ നിങ്ങൾക്കിതൊക്കെ കിട്ടും എന്നല്ല കർത്താവ് പറയുന്നത്. ഇത് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് who a disciple really is. മനസ്സിലായല്ലോ? ഒരു ക്രിസ്തു ഭക്തൻ അല്ലെങ്കിൽ ഒരു ശിഷ്യൻ എന്താണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ഹൗ വി ക്യാൻ മെഷർ അവർ സ്പിരിച്വൽ പ്രോഗ്രസ്. ഓക്കെ? നമ്മുടെ ആത്മീകമാകുന്ന പുരോഗതിയെ മെഷർ ചെയ്യുവാൻ നാം ആരാണ്? നിത്യജീവനിലേക്ക് പോകുന്നവരാണോ, അതോ നമ്മൾ ഡിസീവ്ഡ് ആണോ? ഓൾ അലോങ് നമ്മൾ ചിന്തിച്ചു നമ്മൾ നിത്യജീവനിലേക്ക് പോവുകയാണെന്ന്, എന്നാൽ ഫൈനലി നമ്മൾ കേൾക്കുന്നു ആ ടെറിബിൾ വേർഡ്സ്, ഐ നെവർ ന്യൂ യു. അതുണ്ടാകാതിരിക്കാൻ ഫൈനലി മത്തായി സുവിശേഷം 7-ാം അധ്യായം ഈ സർമണിൻ്റെ ആ കൺക്ലൂഡിങ് പാർട്ടിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് അതിനെ വളരെ വ്യക്തമാക്കി അവിടെ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങൾ, അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ, വേഴ്സസ് 22 ഫോളോവിങ്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീരപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ? നമ്മൾ പറയും, നമ്മൾ അതൊന്നും ക്ലെയിം ചെയ്തവരല്ലല്ലോ, അതല്ല അവിടുത്തെ വിഷയം. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരെല്ലാം ചിന്തിച്ചു അവർ സത്യത്തിൽ ദൈവമക്കളാണെന്ന്. അപ്പോൾ അവർ ദൈവമക്കളാണ് എന്ന് അവർക്ക് തോന്നത്തക്കതുപോലെ ചില കാര്യങ്ങൾ അവർ ചെയ്യുകയും ചെയ്തു, അത് സംഭവിക്കുകയും ചെയ്തു. നിങ്ങൾ ഇത് ഫോൾസ് പ്രീച്ചേഴ്സിനെ കുറിച്ച് മാത്രം ഇത് ചിന്തിക്കരുത്, എല്ലാവരെ കുറിച്ചുള്ള ഒരു കാര്യമായിട്ട് അത് മനസ്സിലാക്കണം. വായിച്ചോ. വളരെ വീരപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. പലരും പറയും. അന്ന് ഞാൻ അവരോട്, ഒരു മിനിറ്റ് ഒന്ന് നിർത്തിക്കേ. This should really terrify us. പലരും പറയുമെന്ന് യേശു പറഞ്ഞ അങ്ങനെ തന്നെയാ. ആരായിരിക്കും ആ പലര്?
ഭൂതങ്ങളെ പുറത്താക്കി, വീര്യപ്രവൃത്തികൾ ചെയ്തു, പിന്നെ പ്രവചിച്ചു. പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ആരും ചിന്തിക്കരുത് കണ്ണടച്ച് ഭാവി പറയുന്നതല്ല. പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്യുന്ന കാര്യം പ്രവചനമാണ്. ഇന്നവേ അത് പ്രവചിച്ചു, പിന്നെ ഭൂതങ്ങളെ പുറത്താക്കി. അപ്പം അവർ തങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് തങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തിയാൽ, അല്ലെങ്കിൽ അവർ കർത്താവിന് വേണ്ടി ചെയ്തത് എന്ന് പറയുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ അവരെ വിലയിരുത്തിയാൽ അവരെല്ലാം നിത്യജീവനിലേക്ക് പോകുന്നവരാ. ഇവിടുത്തെ പ്രശ്നം എന്നാണെന്നറിയാമോ? ദേ തോട്ട് ഓൾ എലോങ് ദേ വർ ഗോയിങ് ടു ലൈഫ്. അതാ പ്രശ്നം. ആരും അവരോട് പറഞ്ഞില്ല, ആരും അവരോട് പറഞ്ഞില്ല ഇതല്ല വിലയിരുത്തേണ്ടതെന്ന്. യേശു അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ നമ്മെ തന്നെ വിലയിരുത്തേണ്ടത്. ഹൂ വി റിയലി ആർ. അങ്ങനെ നമ്മളെ തന്നെ വിലയിരുത്താനുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്, ഒരു വിവരണമാണ് ഈ ബിയാറ്റിറ്റ്യൂഡ്സിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയുമായിട്ട് ഈ വിഷയം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിന് വളരെ ഡൗൺ ടു എർത്തായിട്ടുള്ള ആപ്ലിക്കേഷനുണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, എസ്പെഷ്യലി ഇൻ ദ യൂണിവേഴ്സിറ്റി, ഇൻ ദ കോളേജ്, ഇൻ ദ സ്കൂൾസ്, ഇൻ ദ വർക്ക് പ്ലേസ്, everywhere a Christian is, he must face this. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. സോ ഗോഡ് വില്ലിങ് we will have some application, down to earth application next week, God willing. എന്നാൽ ഇന്ന് നമ്മൾ ഈ ഭാഗം തുടർന്ന് ഒന്ന് ചിന്തിക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ യേശു കർത്താവ് ആ 7 ബിയാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞു. ശിഷ്യനെന്നുള്ളത് അവൻ ദുഃഖിക്കുന്നവനാണ്, അവൻ ആത്മാവിൽ ദരിദ്രനാണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ്. എ ട്രൂ ഡിസൈപ്പിൾ, he always knows that he doesn't have in himself what it takes to be pleasing before God. ദൈവത്തിൻ്റെ മുൻപാകെ പ്രസാദകരമായി ജീവിപ്പാൻ എന്നിലൊന്നുമില്ലേ എന്ന് ജീവിതകാലം മുഴുവൻ തിരിച്ചറിയുന്നവനാണ് ഒരു ഡിസൈപ്പിൾ. അതാണ് പോവർട്ടി ഓഫ് ദ സ്പിരിറ്റ്. ആ പോവർട്ടി ഓഫ് ദ സ്പിരിറ്റ് അവനെ അടുത്ത പടിയിലേക്ക് കൊണ്ടുവരുന്നു. ഹി മോൺസ് ഫോർ ഹിസ് സിൻസ്. അവൻ ദുഃഖിക്കുന്നവനാ. മോർണിംഗ്, ദുഃഖിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ദാൻ ബീയിങ് സോറി. ഇറ്റ് ഈസ് മോർ ദാൻ ബീയിങ് സോറി. ഇറ്റ് ഈസ് ബീയിങ് ചേഞ്ച്ഡ്. അതുകൊണ്ടാണ് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, എന്നാൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. സോ mourning for your sins means, Lord, I am so sorry, but I am going to do it after some time. I'm sorry, but I am going to repeat the same. That's not mourning. A true mourner will want to somehow get rid of his sin. Okay? ദുഃഖിക്കുന്നു. അങ്ങനെ ദുഃഖിക്കുന്ന ഒരുവൻ നാച്ചുറലി ഹീസ് എ മീക്ക് പേഴ്സൺ. സൗമ്യതയുള്ള,
It involves meekly submitting to God's will. Absolutely. കർത്താവേ, എന്നിലൊന്നുമില്ല ക്രിസ്ത്യ ജീവിതം നയിക്കാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ ഇൻ ദാറ്റ്. ഞാൻ അങ്ങയുടെ ഹിതത്തിനായി താഴ്മയോടെ എന്നെ സമർപ്പിക്കുന്നു. അപ്പോൾ what I am really is in God's presence. If somebody calls me that, I don't care, because that's what I am truly is. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാ മീക്ക്നെസ്. അതായത് ദൈവസന്നിധാനത്തിൽ ഞാൻ ആരാണെന്ന് എന്നെ തന്നെ സമ്മതിക്കുന്നോ, ആ അവസ്ഥയിൽ മറ്റൊരാൾ എന്നെ കണ്ടാലും എനിക്ക് കുഴപ്പമില്ല. അതാ മീക്ക്നെസ്. ദൈവസന്നിധാനത്തിൽ ഞാൻ എന്നെ തന്നെ സമ്മതിക്കുന്നു. മറ്റൊരാൾ എന്നെക്കുറിച്ച് അത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, കാരണം ഞാൻ അതാണല്ലോ. അങ്ങനെ ഞാൻ ആകുകൊണ്ട് ഐ ഹാവ് ഓൾവേസ് എ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ ഗോഡ്സ് റൈച്ചസ്നെസ്. ഞാൻ ദൈവത്തിൻ്റെ നീതിക്കായിട്ട് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവനാണ്. ദൈവത്തിൻ്റെ നീതിയാണ് എൻ്റെ ആധാരമെങ്കിൽ എനിക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം വലിയ കടം ദൈവം എനിക്ക് ഇളച്ചു തന്നെങ്കിൽ ചെറിയ കടം മറ്റുള്ളവനോട് ഇളച്ചു കൊടുക്കാൻ എനിക്ക് പ്രയാസം വരികയില്ല. കാരണം എൻ്റെ ഹൃദയം ദൈവസന്നിധാനത്തിൽ ദൈവം എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചല്ലോ എന്നുള്ള. മാതാപിതാക്കളായിട്ടുള്ള പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം പറയട്ടെ. ചിലപ്പം നമ്മൾ പറയുന്നത് ചൊവ്വയെ കേൾക്കാത്ത, തർക്കുത്തരം പറയുന്ന കുഞ്ഞുങ്ങളെ തന്നേക്കുന്നത് എന്തിനാണെന്നറിയാമോ? എന്തിനാ? ക്ഷമ പഠിക്കാൻ മാത്രമല്ല, ക്ഷമ പഠിക്കും. എന്നാൽ അന്നേരം ദൈവം നമ്മളോട് പറയുക, മോനെ നീയും ഇതുപോലെ, നിനക്കെങ്ങനാ ഇപ്പോൾ ഫീൽ ചെയ്യുന്നേ? അതുപോലെ എനിക്കും ഫീൽ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഐ ലവ് യു. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അങ്ങനെയുള്ള ഒരു വ്യക്തി, ഹി വിൽ ബി പ്യുവർ ഇൻ ഹാർട്ട്. ഹാഫ് വേൾഡ് ആൻഡ് ഹാഫ് ഗോഡ്ലി. നോ, ഹി ഈസ് സിംഗിൾ ഐഡ്. പകുതി ലോകം, പകുതി നാട്ടിൽ ഒരു പറച്ചിലുണ്ടല്ലോ, ചേരെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പം നാട്. അങ്ങനല്ല. നോ, പകുതി ലോകവും പകുതി ദൈവവും. അവിടെ ചെല്ലുമ്പോൾ അവരാരും എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നേയില്ല. ഇവിടെ വരുമ്പോൾ എല്ലാവരും എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ വെള്ളയൊക്കെ ഇട്ട് ക്ലീൻ ഷേവുമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം പെന്തക്കോസ്തുകാർ. പക്ഷേ ജോലി സ്ഥലത്ത് പോകുമ്പോൾ ആർക്കും അറിയത്തില്ല, അല്ലെ പഠിക്കുന്നിടത്ത് ആർക്കും അറിയത്തില്ല. ഹാഫ് വേൾഡ് ആൻഡ് ഹാഫ് യു തിങ്ക് യു ആർ ഗോഡ്ലി. നോ, ദാറ്റ് വിൽ നോട്ട് വർക്ക്. നോ, പ്യുവർ ഇൻ ഹാർട്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾനെസ്സാണ്. അങ്ങനെയുള്ള മനുഷ്യൻ മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ സമാധാനം അന്വേഷിക്കുന്നവനാണ്. ഒന്ന്, ഗോസ്പൽ. രണ്ട്, മനുഷ്യരോടുള്ള റിലേഷൻഷിപ്പ്. നോക്കി, ഇതാണ് 7-fold ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഡിസൈപ്പിൾ. ഓക്കെ, 7-fold ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഡിസൈപ്പിൾ. Okay, so if I were to pursue such a devoted, consecrated life, what can I expect? അങ്ങനെയുള്ള ഒരു ജീവിതം പിന്തുടരുന്ന ഒരു ശിഷ്യന് എന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? അതാണ് യേശു കർത്താവ് പറയുന്നത്. എ ഡിസൈപ്പിൾ
who really hungers and thirsts for righteousness, says Jesus, will be persecuted for the sake of righteousness. Okay? നീതിക്ക് വിശന്ന് ദാഹിക്കുന്ന ഒരു ശിഷ്യൻ, യേശു പറയുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടിരിക്കും. So this is the result. Jesus always made it plain. There was, in that document we signed, many a times when we sign a document in the world, there are so-called hidden costs. Hidden cost. We may not realize that. Only when we have signed it and when they deduct it from the bank, only then we realize there are hidden costs. But Jesus, when he preaches the gospel, he doesn't hide anything. യേശു കർത്താവ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ, ദൈവരാജ്യം പ്രസംഗിച്ചപ്പോൾ പ്ലെയിനായിട്ടാണ് പറഞ്ഞത്, ഹിഡനായിട്ടൊന്നും പറഞ്ഞില്ല. യേശു കർത്താവ് പറഞ്ഞു, നീതി നിമിത്തം, അല്ലെങ്കിൽ നീതിക്കായി വിശന്ന് ദാഹിക്കുകയല്ലേ. വിശന്ന് ദാഹിക്കുന്ന ഒരുവന് നീതി നിമിത്തം ഉപദ്രവം ഉണ്ടാകും. ഓക്കെ, നമ്മളതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നെക്സ്റ്റ് വീക്ക് ചിന്തിക്കും. യേശു കർത്താവ് ഈ കാര്യം പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് പഴയ നിയമം തുടങ്ങി, വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെ ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒന്നാമത്തെ കുടുംബം, ഭൂമിയിലെ ഒന്നാമത്തെ കുടുംബം, ആദം ഹവ്വ, അവരുടെ 2 മക്കൾ. ഒരു വേദഭാഗം നമ്മളൊന്ന് വായിക്കാം. വേദപുസ്തകം എന്താ പറയുന്നത്? Let us see what does the Bible say. 1 John 3:12. 1 യോഹന്നാൻ 3:12. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല അവനെ കൊല്ലുവാൻ സംഗതി. മനസ്സിലാക്കണം, ദുഷ്ടനിൽ നിന്നുള്ളവനായി. ഓക്കെ, ആ വാക്ക് ശ്രദ്ധിക്കണം. സോ വാട്ട് prompted Cain to take that extreme step? Apostle John says it was from the devil. It was from the devil. So devil controlled Cain, and what happened as a result? വായിച്ചു. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റേത് നീതിയുള്ളതാകൊണ്ടത്രേ. മനസ്സിലാവുന്നുണ്ടോ? ഹാബേൽ എന്തോ ചെയ്തു കെയിനോട്? വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ല. നോക്കി, അതാ ക്ലാസിക് എക്സാമ്പിളാ, റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. കയീന്റെ പ്രവൃത്തി ദോഷമായി തീർന്നു. ഹാബേലിന്റെ പ്രവൃത്തി എന്തായി തീർന്നു? നീതിയുള്ളതായി തീർന്നു. അപ്പം അതിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്താ അതിൻ്റെ ഉത്തരം? യഹൂദ പാരമ്പര്യത്തിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആൻസർ എവിടാണെന്നറിയാമോ? എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ. അവിടെ എന്താ? വിശ്വാസത്താൽ ഹാബേൽ കയീനേക്കാളും ഉത്തമമായ. അപ്പോൾ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഓഫ് എവ്രിതിങ്, ബിഗിനിങ്, ആ ബിഗിനിങ്ങിൽ, ആ തുടക്കത്തിൽ ശ്രദ്ധിക്കണേ, അവിടെ
ആ ആരംഭത്തിൽ തന്നെ വേദപുസ്തകം പറയുന്നു, ഹാബേൽ വിശ്വാസത്താൽ നീതിയോടെ ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ മറുവശം കയീൻ എന്തോ ചെയ്തു? കൊന്നു. അപ്പോൾ ഇത് പുതിയ നിയമത്തിൽ മാത്രമുള്ളൊരു കാര്യമല്ല. ഇനി ഒരു വേദഭാഗം കൂടെ, പഴയ നിയമത്തെ മുഴുവൻ ക്രോഡീകരിക്കുന്ന ഒരു വേദഭാഗം സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 52-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 7 and verse 52. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നോക്കിയേ, പ്രവാചകന്മാരിൽ ഏതൊരുവനെയാണ് നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ? ആരെയാ ഉപദ്രവിച്ചതെന്നറിയാമോ? കർത്താവിൻ്റെ നാമത്തിൽ ട്രൂലി സംസാരിച്ച എല്ലാവരെയും ഉപദ്രവിച്ചിട്ടുണ്ട്. അതല്ലേ യാക്കോബ് പറയുന്നത്? കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച 5-ാമത്തെ അധ്യായത്തിൽ പ്രവാചകന്മാരെ സഹിഷ്ണുതയുടെ ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവീൻ. വാട്ട് ഡസ് ഇറ്റ് മീൻ? ദോസ് ഹു സ്പോക്ക് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? യെരമ്യാവിൻ്റെയൊക്കെ സമയത്തൊക്കെ യഹോവയുടെ നാമത്തിൽ സംസാരിച്ച ചിലരുണ്ടല്ലോ. അവരെന്താ പറഞ്ഞേ? അവർക്ക് ഉപദ്രവം വന്നുമില്ല. അവർ പറഞ്ഞു, ഈ നഗരം പിടിക്കപ്പെടുകയില്ല. യെരമ്യാവെന്ന് പറയുന്ന പ്രവാചകൻ ഒരു 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 യോക്ക്, ഒരു എന്താ പറയുന്നത്, വായിച്ചിട്ടുണ്ടോ? ഉണ്ടായിരിക്കും ചിലരെങ്കിലും, ഇല്ലെങ്കിൽ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഒരു തടി കൊണ്ടുള്ള ഒരു നുകം വെച്ചുകൊണ്ട് യഹോവയുടെ ആലയത്തിൻ്റെ മുറ്റത്ത് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ വേറൊരുത്തൻ ഇങ്ങോട്ട് വന്നേച്ച് ആ യോക്ക് എടുത്തേച്ച് ഒടിച്ചു കളഞ്ഞിട്ട് പറഞ്ഞു, അല്ല, ബാബേൽ രാജാവിൻ്റെ നുകത്തെ യഹോവ ഒടിച്ചു കളയുമെന്ന് പറഞ്ഞു ഒരുത്തൻ പറഞ്ഞു. ആരുടെ നാമത്തിലാണ് പറഞ്ഞേ? യഹോവയുടെ നാമത്തിൽ തന്നെയാ പറഞ്ഞത്. പക്ഷെങ്കിൽ വാസ്തവത്തിൽ യഹോവയുടെ നാമത്തിൽ പറയുക എന്ന് പറഞ്ഞാൽ ട്രൂലി ദൈവവചനം പറയുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ? യഥാർത്ഥ ദൈവവചനം പറഞ്ഞ സകല പ്രവാചകന്മാരെയും അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്നാ? മറ്റേ പ്രവാചകന്മാർക്ക് എന്നാ ഉപദ്രവം ഇല്ലാഞ്ഞേ? അതിൻ്റെ കാരണം they always spoke what the people wanted to hear. Okay? Whereas the prophets, the real prophets of God, spoke what people really needed to hear. This is the difference. Okay? ആ പ്രവാചകന്മാർ നുകമെടുത്തൊടിച്ച് കളഞ്ഞിട്ട്, ഇല്ല, യെരുശലേം പിടിക്കപ്പെടാൻ പോകുന്നില്ല, യഹോവയുടെ ആലയം എന്നൊക്കെ പറഞ്ഞപ്പം ജനങ്ങളെല്ലാം സന്തോഷിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, യഹോവയുടെ ആലയത്തിന് വിരോധമായി സംസാരിച്ച ഇവനെ ജയിലിലിടണമെന്ന് പറഞ്ഞു. ഇട്ടു, പൊട്ടക്കണത്തിൽ എടുത്തിട്ടു. ജനത്തിന് അവരുടെ ഇച്ചിങ് ഇയേഴ്സ് കേൾക്കുവാൻ, അവരുടെ ചൊറിയുന്ന അല്ലെങ്കിൽ കർണരസകരമായത് കേൾക്കാൻ ഇച്ഛിക്കുന്നത് പറയാത്ത സകല പ്രവാചകന്മാരെയും ഉപദ്രവിച്ചു. ലുക്ക് അറ്റ് ദാറ്റ്.
right from the beginning. അപ്പം നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുകയാണ്. അപ്പം നീതി നിമിത്തം ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ഉപദ്രവം സഹിക്കേണ്ടി വരിക എന്നുള്ളത് നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് പോകുമെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് കേട്ടോ. കാരണം if there is no righteousness, if there is no conformity to God's will, how shall we enter the kingdom of heaven? ഇല്ലേ? ദൈവ രാജ്യത്തിൻ്റെ നീതി അല്ലെങ്കിൽ ദൈവഹിതത്തിന് ഞാൻ അനുരൂപപ്പെടുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെയാ ദൈവരാജ്യത്തിൽ പോകുന്നത്? യേശു അതാ പറഞ്ഞത്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നാം നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടിരിക്കും. രണ്ട് നിലകളിലാണ്. പെർസിക്യൂഷൻ ബൈ ഹാൻഡ് ആൻഡ് പെർസിക്യൂഷൻ ബൈ ടങ്. രണ്ട് നിലയിലാണ് പെർസിക്യൂഷൻ വരാൻ പോകുന്നത്. ഒന്ന്, ഫിസിക്കൽ വയലൻസ്. അതൊരു പക്ഷേ നമ്മളാരും അനുഭവിച്ചിട്ടില്ല. എന്നാൽ അത് അനുഭവിച്ച ഒരുപാട്, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വിശുദ്ധന്മാരുണ്ട്. നമ്മൾ അതനുഭവിച്ചിട്ടില്ല. നിങ്ങളിൽ ആര് അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം, വ്യക്തിപരമായിട്ട് വീടുകളിൽ നിന്ന് ഒരുപാട് ഉപദ്രവം കിട്ടിയ പലരെ എനിക്കറിയാം പേഴ്സണലി. അവർ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്ന നീതി നിമിത്തമുള്ള ഉപദ്രവം കർത്താവ് നിമിത്തം, ബിക്കോസ് യു വാണ്ട് ടു ഡു ഗോഡ്സ് വിൽ, യു വാണ്ട് ടു ബി കൺഫോംഡ് ടു ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതത്തിന് നമ്മൾ അനുരൂപപ്പെടാൻ ആഗ്രഹിക്കുക. ദൈവഹിതത്തിൻ്റെ വെളിയിൽ ഞാൻ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഞാനൊരു ദൈവപൈതലായതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുകയില്ല. ആ സന്ദർഭത്തിൽ ഉപദ്രവം ഉണ്ടാകാം. അത് ഫിസിക്കൽ വയലൻസ് ആകണമെന്നില്ല. എന്നാൽ പല അസൗകര്യങ്ങളുണ്ടാകാം, പല ദുഷിക്കുന്ന വചനങ്ങളുണ്ടാകാം. കർത്താവ് അതല്ലേ പറയുന്നത്, എൻ്റെ നിമിത്തം നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ. അപ്പോൾ കർത്താവിൻ്റെ നിമിത്തമാണ്. കർത്താവ് പറഞ്ഞത് ഞാനും നിങ്ങളും അനുസരിക്കാൻ. പലർക്കും വേണ്ടത് ഒരു കോസ്റ്റുമില്ലാത്ത ക്രിസ്തീയ ജീവിതമാണ്. ഒരു കോസ്റ്റും കൊടുക്കാൻ തയ്യാറല്ല, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, ഒന്ന് ക്ഷമിക്കാൻ തയ്യാറല്ല, ഹൃദയത്തിൽ നിന്ന് ഫോർഗീവ് ചെയ്യാൻ തയ്യാറല്ല. ഒരു കോസ്റ്റും വേണ്ട, സ്വർഗത്തിലും പോകണം. നടക്കുകയില്ല, നടക്കുകയില്ല, നടക്കുകയില്ല പ്രിയപ്പെട്ടവരെ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ഇമ്പോസിബിൾ, ഇമ്പോസിബിൾ. So we have to pay a price. കർത്താവ് അതാ പറയുന്നത്. ഇത് കുഞ്ഞുങ്ങളെ, ചിൽഡ്രൻ ലിസൺ. കൊയറിന് മുമ്പോട്ട് കടന്നു വരാം. We will deal with that when you go to college, when you go to school. ഒരു പക്ഷേ ലൈറ്റ് ഹൗസ് ക്രിസ്ത്യൻ കോളേജിൽ പോകുന്ന പിള്ളേർക്ക് വലിയ കുഴപ്പം വരികയില്ല. ഇല്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത. പക്ഷേ അവിടെയും വരും. ട്രൂലി ഇഫ് യു കൺഫോം ടു ഗോഡ്സ് റൈച്ചസ്നെസ് ആൻഡ് വിൽ, there will bound to be persecution. It may not be by hand, by physical violence, but there will be slandering, there will be ridicule, there will be mocking, there will be
jeering at you sometimes. There will be bullying at you. Why? Just because you are a Christian. That shows where you are going. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, അന്നേരം നിങ്ങൾ എന്തോ ചെയ്യണമെന്നറിയാമോ? എന്നാ കർത്താവ് പറഞ്ഞേ? എന്നാ പറഞ്ഞേ? അവർ വരുന്ന, കമോൺ പ്ലീസ് കം. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് മൈക്കിൽ കൂടെ ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്? ഹെവൻലി പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളെ കാണാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്തോ ഉണ്ടാകും? അല്ലേ ഉണ്ടാകുകയില്ല. ഭൂമിയുടെ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളെ കാണാൻ തുടങ്ങിയാൽ പറ്റുകയില്ല. സ്വർഗത്തിൻ്റെ വീക്ഷണത്തിൽ നിന്ന് കാര്യങ്ങളെ ചിന്തിക്കുമ്പോൾ സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. പറ്റുമോ? എന്തിനേറെ സഭയിൽ അയ്യോ അയാൾ അങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, എന്തോ പ്രശ്നം. സഭയിൽ ദൈവവചനമുണ്ടോ? ഇല്ല. എൻ്റർടൈൻമെൻ്റ് ഉണ്ടോ? ഉണ്ട്. സന്തോഷം. ദൈവവചനം ഇല്ലാത്തതിന് ഒരു ദുഃഖവുമില്ല. ദൈവവചനം കേൾക്കാൻ ഒരാളുമില്ല. സന്തോഷം. തലതിരിഞ്ഞ് കിടക്കുക, മുഴുവൻ തലതിരിഞ്ഞ് കിടക്കുക. അപ്രൈറ്റ് ആകണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.